കിട്ടുന്നേട്ടാ. ഓ, കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ, ഞാൻ അത് മറന്നു. വായിച്ചേ. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കൊറേ കണ്ടിട്ടുണ്ട്. എൽ എല് 008. ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4 3 1 1 1 ആ നമസ്കാരം, ന്യൂസ് ആൻഡ് ക്രൈസ്റ്റ് ടോക്സിലേക്ക് ഏവർക്കും നല്ലൊരു ഉഗ്രൻ സ്വാഗതം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പകച്ചു പോകുന്ന ആളുകളാണ് നമ്മിൽ കൂടുതൽ ആളുകളും. സന്തോഷം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ബോധം കെട്ട് മോഹാലസ്യപ്പെട്ട് വീഴുക, അല്ലെങ്കിൽ പേടി പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ച് വട്ടായി പോവുക. ഇങ്ങനെയുള്ള ആളുകൾ ഒത്തിരി പേരുണ്ടാകാറുണ്ട്. സിനിമയിലും ജീവിതത്തിലും ഒക്കെ ഇത്തരം കഥാപാത്രങ്ങൾ മിക്കവാറും ദുർബല കഥാപാത്രങ്ങളുടെ സ്വഭാവമായിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ഹീറോസ് പെട്ടെന്ന് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വലിയ അപകടമാണെന്ന് അറിഞ്ഞിട്ടും ചങ്കുറപ്പോടെ അതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ ഹീറോസ്. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സസ് 31-34. തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ തനിക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്ന അതികഠിനമായ സംഭവങ്ങളെ പറ്റിയിട്ട് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നിട്ട് അവൻ ചങ്കുറപ്പോടെ ജെറുസലേമിലേക്ക് അങ്ങോട്ട് നടക്കുകയാണ്. എന്തും വരട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു ഭാവം. ഇതെങ്ങനെയാണ് ഇവന് സാധിക്കുന്നത്? കാരണം അവൻ ചെയ്യാൻ പോകുന്നത് തന്റെ ജീവിതത്തിലെ ഒരു നന്മയാണെന്നും പിതാവായ ദൈവം തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണെന്നും വ്യക്തമായി ക്രിസ്തുവിന് അറിയാമായിരുന്നു. അതായിരുന്നു അവന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സംഭവം നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലമാണ്. ചുറ്റും വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു കയറിലൂടെ ഒരു മനുഷ്യൻ സൈക്കിൾ ഇങ്ങനെ നടത്തുകയാണ്. ഈ കയറി കൂടി ചെറിയ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന കണ്ടപ്പോൾ ആളുകളെല്ലാം വിസ്മയിച്ച് നോക്കി നിൽക്കുകയാണ്. അയാൾ ഒരു കുഴപ്പമില്ലാതെ ഇക്കരെ കരയിലെത്തിയപ്പോൾ കണ്ടു നിന്നവരെല്ലാവരും കൈയടിച്ചു. അപ്പോൾ അയാളൊരു ചോദ്യം അയാളോട് ചോദിച്ചു. കണ്ടു നിൽക്കുന്നതിൽ ആർക്കെങ്കിലും എന്റെ കൂടെ വരാം, തിരിച്ചങ്ങോട്ട് ഞാൻ സൈക്കിൾ ഓടിക്കുമ്പോൾ എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ പോരാം എന്ന് പറഞ്ഞു. ആരും റെഡിയായില്ല. അപ്പോഴാണ് ഒരു കൊച്ചു പയ്യൻ ചാടിക്കേറി ചെന്നിട്ട് അയാളുടെ മടിയിലേക്ക് കയറി ഇരുന്നിട്ട് പറഞ്ഞു പോകാന്ന് പറഞ്ഞു. അയാൾ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ആളുകളെല്ലാം നോക്കിയിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാതെ അയാൾ മറുകരയിലെത്തി. അപ്പോഴേക്കും എല്ലാവരും ഈ പയ്യനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസ് കിട്ടിയത് അയാളുടെ കൂടെ കയറാൻ വേണ്ടിയിട്ട്? അപ്പൊ പയ്യൻ പറഞ്ഞതാണ്, അതെന്റെ അപ്പനാണ്, ദാറ്റ്സ് മൈ ഡാഡി, അതുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയത്. ചങ്ങാതി, ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആളുകൾ എന്ത് വിചാരിക്കും? എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്താൽ ശരിയാവുമോ? ഇപ്പൊ വേണോ എന്നൊക്കെയുള്ള ചിന്ത നിന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടെങ്കിൽ, അല്ലെ റിസ്ക് എടുക്കാനുള്ള പേടി നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് മാറ്റിവെക്കുക. നീ ചെയ്യാൻ പോകുന്ന കാര്യം നന്മയാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ അതിന് ദൈവം കൂട്ടുണ്ടാവും. ദാറ്റ്സ് മൈ ഡാഡീസ് വിഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ ഈ ഒരു പോയിന്റ് ക്ലിക്കായ ഒത്തിരി മനുഷ്യനുണ്ട് ജീവിതത്തിൽ. ഫ്രാൻസിസ് അസിസി എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന് തന്നെ വേണം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ഉടുതുണി പോലും വലിച്ചിറങ്ങിയിട്ട് തെരുവിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ചാവറയച്ചൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണിക്കണ്ട നന്മയൊക്കെ ചെയ്തിട്ട് ആ മനുഷ്യൻ ഉള്ള ജീവിതകാലം കൊണ്ട് അനേകം മനുഷ്യർക്ക് നന്മയായി ഭവിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ പിന്നെ ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അടിച്ചു മോളെ അടിച്ചു എന്ന്. ദിസ് ഈസ് RJ ഫാദർ സൈനിങ് ഓഫ്.